എല്ലാവർക്കും വന്ദനം. നമ്മുടെ കുട്ടികളുടെ പരീക്ഷകൾ നടക്കുന്ന ഈ സമയത്ത് മാതാപിതാക്കളെല്ലാം വളരെ പ്രാർത്ഥനയോടെ പോകുന്ന ഈ സമയത്ത് എല്ലാ കുട്ടികൾക്കും വലിയ ജയമുണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളിൽ എല്ലാ വ്യാഴാഴ്ചയും ഉള്ള ഉപവാസ പ്രാർത്ഥനകളിൽ കാര്യമായി കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് പഠിക്കാനുള്ള ജ്ഞാനം, പരീക്ഷാ സമയത്ത് വേണ്ട ആരോഗ്യം, വീടുകളിലെ സമാധാനപൂർണമായ അന്തരീക്ഷം, ഇവ എല്ലാറ്റിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലവും കൃപയും എല്ലാ കുട്ടികളുടെ മേലും ഉണ്ടാകട്ടെ. അതുകൂടാതെ ഈ സമയത്ത് കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിച്ചാൽ അവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കഴിയുന്നതും അവർക്ക് മൊബൈലുകൾ കൊടുക്കാതെ തന്നെ, അപ്പോൾ തന്നെ ചില കുട്ടികളിൽ നിന്ന് മൊബൈൽ വാങ്ങിയാൽ വയലൻ്റ് ആകും. വളരെ ജ്ഞാനത്തോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് മുതിർന്ന കുട്ടികളും ശുശ്രൂഷകരും വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ, കൗൺസിലിങ്ങുകൾ കൊടുക്കാറുണ്ട്. പഠനത്തിൽ പിന്നോക്കമായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠന സഹായങ്ങൾ, അതായത് നല്ല വിജയ മെത്തേഡുകൾ നന്നായി പഠിച്ച് ഉയർന്ന മുതിർന്നവർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട ഉപദേശങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ ഒന്ന് അറിയിക്കുക. തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വാക്യം 17 വാക്യം, റോമാലേഖനം 1:17. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസ ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. അതായത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. തൊട്ട് മുകളിലുള്ള വാക്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന യവനും യഹൂദനും, ആദ്യ യഹൂദനും പിന്നെ യവനന് രക്ഷയ്ക്കായ ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം നീതിമാൻ ജീവിക്കും. സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുമെന്നല്ല, വിശ്വാസത്താൽ ജീവിക്കും. നീതി ലഭിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, അനീതിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ, എല്ലാ പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവർ, അതാണ് നീതിമാൻ. ക്രിസ്തുയേശുവിലുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. അവൻ പുറത്തു വന്ന വ്യക്തിയാണ്. അവൻ നരകത്തെ ഒഴിഞ്ഞ വ്യക്തിയാണ്. പാതാള ഗോപുരത്തെ ജയിച്ച വ്യക്തിയാണ്. നിത്യതയുടെ അവകാശിയായി മാറി. അതാണ് നീതിമാൻ. ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരാൾ പോലും നീതിമാന്മാരില്ലാതിരിക്കുമ്പോൾ ഒരു നീതിമാൻ വന്ന് നീതിയില്ലാത്തവർക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ നീതിമാനായ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നീതിമാന്മാരായി തീരുവാൻ കഴിയും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളെ നീതീകരിക്കുകയാണ്. ഇനി നിങ്ങൾ ശിക്ഷാവിധിയിലല്ല, ഇനി നിങ്ങൾ പാപികളല്ല, നിങ്ങൾ നീതിമാന്മാരാണ്. അപ്പം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് 2:2 മുതൽ വായിക്കുമ്പോഴും എഴുതിയിട്ടുണ്ട്, നിന്റെ ദർശനം എഴുതുക. നിന്റെ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു, അത് പൂർണ്ണതയിലേക്ക് വരും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ വിശ്വാസത്താലാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്തതിന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. കാണുന്നതിന് വേണ്ടി എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പിന് വേണ്ടി എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ കപ്പിലെ വെള്ളത്തിന് വേണ്ടി എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതിവിടെ ഉണ്ടല്ലോ.
എന്നാൽ എനിക്ക് ഒരു ജ്യൂസ് വേണം, അത് എനിക്കിപ്പോൾ വിശ്വസിക്കണം. അത് ഞാൻ കാണുന്നില്ല. അത് വിശ്വസിച്ച് അതിനായി കാത്തിരിക്കണം. ഞാൻ ഒരാളോട് പറഞ്ഞു എനിക്കൊരു ജ്യൂസ് വേണം. അയാൾ ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അയാളെ വിശ്വസിക്കണം. താമസിച്ചാലും അയാൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കണം. അത് ചിലപ്പോൾ വൈകും. കാരണം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോടാ ജ്യൂസിനകത്ത് ഇടാനുള്ള പഞ്ചസാര മേടിച്ചില്ല, ഉടനെ അതിനു വേണ്ടി ചിലപ്പോൾ വൈകിയെന്നിരിക്കും. ചിലപ്പോൾ വൈകാം. എന്നാൽ വെള്ളത്തിന് എനിക്ക് വിശ്വസിക്കേണ്ട, വെള്ളം എൻ്റെ കയ്യിലുണ്ട്. ഇല്ലാത്തതിനെ ഞാൻ വിശ്വസിക്കണം, കാണാത്തതിനെ വിശ്വസിക്കണം. അപ്പോൾ ഇല്ലാത്തത് വിശ്വസിക്കുന്നത് ഭൗതിക ലോകത്തെങ്കിൽ കാണാത്തതിനെ ഞാൻ വിശ്വസിക്കണം. യേശു കർത്താവ് ഇവിടെ ഉണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അതിൻ്റെ നടുവിലുണ്ട്. ഞാൻ വിശ്വസിക്കണം. എന്നെ കാക്കുവാൻ ദൈവദൂതന്മാർ ഉണ്ട്. 91 സങ്കീർത്തനം ഞാൻ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഞാൻ വചനം എന്തു പറയുന്നുവോ അത് ഞാൻ വിശ്വസിക്കണം. വിശ്വാസത്താൽ ജീവിക്കണം. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ. ഞാൻ വിശ്വാസത്താൽ ജീവിക്കണം. ഇനി ഞാൻ വിശ്വാസത്താൽ നടക്കണം. എൻ്റെ ജീവിതം മുഴുവനും വിശ്വസിക്കുകയാണ്. യേശു വരും, എന്നെ കൊണ്ടുപോകും, കാഹളം ധ്വനിക്കും, ഞാൻ രൂപാന്തരപ്പെടും. ആ ഒരു വിശ്വാസമാണ് എന്നെ ഒരു വിശ്വാസിയാക്കി ഒരു കൂട്ടായ്മയിൽ നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഈ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നതിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ വിശ്വസിക്കുകയാണ്. ജീസസ് എവരിഡേ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ, നിങ്ങളെനിക്ക് മറുപടി ഇട്ടില്ല, നിങ്ങൾ എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പോലും മിണ്ടിയില്ലെന്നിരിക്കട്ടെ, എങ്കിലും ഞാൻ എല്ലാവരും ഈ സുവിശേഷം അറിയിക്കുന്നുകൊണ്ട് എനിക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ തരുന്ന പ്രതിഫലമല്ല, അത് കർത്താവ് തരുന്ന പ്രതിഫലം. ആ പ്രതിഫലത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കണം. മോശ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന അതിനേക്കാൾ വലിയ സമ്പത്തെന്ന് എണ്ണി. അതിനേക്കാൾ വിലയാണ് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ ആഡംബരങ്ങളെക്കാൾ, സൗകര്യങ്ങളെക്കാൾ വലുത് കർത്താവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടമെന്ന് വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എത്ര വലുതാണ്. വിശ്വാസത്താൽ നടക്കുക. അടുത്തത് വിശ്വാസത്താൽ ജയിക്കുക. വിശ്വാസത്താൽ ജീവിക്കുക, അതായത് കാത്തിരിക്കുക. 2 വിശ്വാസത്താൽ നടക്കുക. അത് വലിയൊരു കാര്യമാണ്. യോശുവ വിശ്വാസത്താലാണ് കാലെടുത്ത് യോർദാന്റെ മേൽ വെച്ചത്. യോർദാൻ 2 വിശ്വാസത്താൽ അവർ യെരിഹോ കോട്ടയുടെ ചുറ്റും നടന്നു. 7-ാം ദിവസം ആർപ്പിട്ടപ്പോൾ യെരിഹോ കോട്ട വീണു. വെറും വിശ്വാസത്താൽ കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഈ വലിയ കോട്ട വെറുതെ ചുറ്റും നടന്നുകൊണ്ട് ആർപ്പിട്ടതുകൊണ്ട് വീഴുമോ? അങ്ങനെ ഒരു നിയമം ഈ പ്രകൃതിയിലില്ല. എന്നാൽ ഈ പ്രകൃതിയെ ഉണ്ടാക്കിയവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് അത് ചെയ്താൽ വീഴും. അത് സംഭവിച്ചു. മധുരമായത് എങ്ങനെയാണ്? ജനങ്ങൾ ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കയ്പാണെന്ന് പറഞ്ഞ് പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ആ മാറ എന്ന് പറഞ്ഞ ആ തടാകത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് എടുത്ത് ആ വെള്ളത്തിലോട്ട് ഇടാൻ പറഞ്ഞു. ഒരു കൊമ്പൊടിച്ച് ആ വെള്ളത്തിലോട്ടിട്ടു.
ആ വെള്ളം മധുരമായി മാറി. കയ്പ് മാറിയെന്നല്ല, അത് മധുരമായി മാറി. അപ്പോൾ ആ കൊമ്പ് ആ വെള്ളത്തിൽ വീണപ്പോൾ അത് കയ്പ് മാറി നോർമലായി എന്നല്ല, മധുരമുള്ളതായി. എത്ര ഭയങ്കര അത്ഭുതമാണ് അവിടെ നടന്നത്. ആരോ പറഞ്ഞതുപോലെ കോളയുണ്ടാക്കിയത് മോശയാണെന്ന്. മോശ വിക്കി പറഞ്ഞെന്ന്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ കൊക്കോ കോളയെന്ന് ആരോ പറഞ്ഞതാണ്. കാരണം ഇതിൽ വിക്കുണ്ടല്ലോ, ഒരു കോളയെ കൊക്കോ കോള, അങ്ങനെ കൊക്കോ കോള ഉണ്ടായതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഏതായാലും മോശ ആ കൊമ്പൊടിച്ചിട്ടപ്പോൾ അവിടെ ഒരു കോളയുണ്ടായി. എന്നാൽ ഇന്നത്തെ പോലെ മായം ചേർത്ത കോളയല്ല, സ്വർഗീയമായ ഒരു കോള. കയ്പിന് പകരം മധുരമുണ്ടായി. മോശ അത് വിശ്വസിച്ചു. അവൻ ആ പ്രവൃത്തി ചെയ്തു. വിശ്വാസത്തിൽ പ്രവർത്തിക്കുക, വിശ്വാസത്തിൽ നടക്കുക. അടുത്തത് വിശ്വാസത്താൽ ജയിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ജയിക്കാൻ കഴിയും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. യെബൂസ്യരുടെ കാലത്ത് ദാവീദ് രാജാവായപ്പോൾ യെബൂസ്യരുടെ കയ്യിലാണ് അന്ന് യെരുശലേം. അത് അന്യജാതിക്കാരാണ് യെബൂസ്യർ. ദാവീദ് അഭിഷേകം പ്രാപിച്ച് രാജത്വം പ്രാപിച്ച് ആദ്യം ചെയ്തത് നേരെ യെരുശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ യെബൂസ്യർ അവരത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. നീ ഇവിടെ കടക്കത്തില്ല, നിന്നെ തടുക്കുവാൻ ഞങ്ങളുടെ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. അവിടെ വായിക്കുന്നു, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതിൻ്റെ അർത്ഥം എന്നിട്ടും ദാവീദ് ജയിച്ചു. ദാവീദിനറിയാം അഭിഷേകം കൊണ്ടും ദൈവത്തിൻ്റെ വിളിയുകൊണ്ടും ദൈവത്തിൻ്റെ കരം കൊണ്ടും എനിക്കതിനെ ജയിക്കാൻ കഴിയും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ പേടിക്കില്ല. 27 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നീ എൻ്റെ കൂടെയുണ്ടല്ലോ. ഒരു സൈന്യത്തെ നേരെ കണ്ടാലും പേടിക്കാത്ത ഒരു മനുഷ്യനായി ദാവീദ് തീർന്നത്. ദാവീദിൻ്റെ ധൈര്യമല്ല, ഗോലിയാത്തിന്റെ മുമ്പിലും വലിയ സൈന്യങ്ങളുടെ മുമ്പിലും ദാവീദിനെ നിർത്തിയതും ജയിപ്പിച്ചതും അവനറിയ വിശ്വാസം കൊണ്ട് ജയങ്ങൾ കൊണ്ടുവരാൻ കഴിയും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ വലിയ ജയം വേണോ? കർത്താവിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ജയിക്കണം, കർത്താവ് നമുക്ക് തുണയാണ്. മനുഷ്യർക്ക് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല, സാഹചര്യങ്ങൾക്ക് നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മെ ശക്തനാക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നാം സകലത്തിലും മതിയാകും. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ കേട്ട വചനങ്ങൾ പോലെ തന്നെ വിശ്വാസത്താൽ ജീവിക്കാൻ ഈ മക്കൾക്ക് ശക്തി ഉണ്ടാകട്ടെ. എന്ത് വിഷയം വന്നാലും പേടിക്കാതെ, തളരാതെ വിശ്വാസത്താൽ അവർ ജീവിക്കട്ടെ. മറുപടി കിട്ടും വരെ കാത്തിരുന്ന് പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്താൽ അവർ കാലുകൾ എടുത്തു വെച്ച്, ഒരിക്കലും കാലെടുത്തു വെക്കാത്ത യോർദാനിൽ കാലെടുത്തു വെച്ചത് മറുപടികൾ കാണട്ടെ. ഒരിക്കലും വീഴാത്ത വലിയ കോട്ടമതിലുകളുടെ ചുറ്റും കാലുകൾ എടുത്തു വെച്ച് ആർപ്പിട്ടതിനെ ഇടിക്കുന്ന ദൈവശക്തി അവർ പ്രാപിക്കട്ടെ. ഏത് വലിയ സൈന്യത്തെയും നേരിട്ട് തോൽപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ജയം ഈ മക്കൾ കാണട്ടെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവശക്തി യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഒരു സാഹചര്യങ്ങളെ മാറ്റണമേ, അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. ധൈര്യപ്പെട്. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് തന്ന കൃപയ്ക്കായി
വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. 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 വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. എന്നിൽ ആനന്ദം, എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോൻ. എന്നിൽ ആനന്ദമേകി നവചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ. വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. അവരുടെ കൃപയ്ക്കായി നന്ദി അപ്പ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തൻ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തൻ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത സഭ ചേർന്ന് പാടിയിട്ട് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ആ വലിയ കൃപയ്ക്കായി യേശുവേ നന്ദി. അർഹിക്കാത്ത സ്ഥാനത്ത് അങ്ങ് തന്ന വലിയ കൃപയ്ക്കായി, മഹാകൃപയ്ക്കായി നന്ദി.